When we talk about Indian cinema, there are certain names we can hardly omit or fail to mention. Without referring to them, the history of Indian cinema will remain incomplete. So let's know more about them. ഇന്ത്യയിലെ പ്രമുഖരായ ചലച്ചിത്രകാരന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദാദാ സാഹേബ് ഫാൽക്കെ. He is known as the father of Indian cinema. His full name is Dhandiraj Govind Phalke. He released India's first silent feature film, Raja Harishchandra, in 1913. He made 95 feature films and 26 short films altogether. All his films were based on Indian mythology. In 1969, the Government of India constituted Dada Saheb Phalke Award, an award for lifetime contribution to Indian cinema. ദാദാ സാഹിബ് ഫാൽക്കെ, ഈ പേര് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ദാദാ സാഹിബ് ഫാൽക്കെ അറിയപ്പെടുന്നത് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന പേരിലാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ധണ്ടിരാജ് ഗോവിന്ദ് ഫാൽക്കെ എന്നാണ്. 1913 ഇന്ത്യയിലെ ആദ്യത്തെ സിനിമയായ രാജ ഹരിശ്ചന്ദ്ര സംവിധാനം ചെയ്തതും അതിൻ്റെ നിർമ്മാണവും അതുപോലെ വിതരണവും എല്ലാം ഫാൽക്കെ തന്നെയായിരുന്നു. 95 മുഴുനീള ചിത്രങ്ങളും 26 ഹ്രസ്വ ചിത്രങ്ങളും അദ്ദേഹം നിർമ്മിച്ചു. ഫാൽക്കെയുടെ സംഭാവനകളെ മാനിച്ചുകൊണ്ട് 1969 ഭാരത സർക്കാർ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഏർപ്പെടുത്തി. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കാണ് എല്ലാ വർഷവും ഈ അവാർഡ് നൽകുന്നത്. Next, we are going to understand a few facts about Satyajit Ray. He was an acclaimed Bengali filmmaker who raised Indian cinema to international scenario. He was an exponent of parallel cinema and tried to depict the social and political conditions prevailed in the society during his time. His debut film was Pather Panchali that came out in 1955. His famous Apu trilogy includes 3 films. Pather Panchali that came out in 1955 and Aparajito that was released in 1956, and the third one, Apur Sansar, that came out in 1959. And let's look at some of the awards that he has received. Bharat Ratna, Dada Saheb Phalke Award, Commander of the Legion of Honor Award, Golden Lion Honorary Award, and so on. ഇന്ത്യൻ സിനിമയെ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തിയ സംവിധായകരിൽ ഏറ്റവും പ്രമുഖനാണ് സത്യജിത് റേ. ആദ്യ സിനിമയ്ക്ക് തന്നെ നിരവധി അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയെടുക്കാൻ സാധിച്ച ഈ ബംഗാളി സംവിധായകൻ ആർട്ട് സിനിമയുടെ വക്താക്കളിൽ അഗ്രഗണ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ 37 വർഷത്തെ സിനിമാ ജീവിതത്തിൽ 29 മുഴുനീള ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ 1955 പുറത്തിറങ്ങിയ പഥേർ പാഞ്ചാലി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ അപ്പു ത്രയത്തിൽ ഉൾപ്പെടുന്ന 3 സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1955 പുറത്തിറങ്ങിയ പഥേർ പാഞ്ചാലി, 1956 റിലീസ് ചെയ്ത അപരാജിതോ, അതുപോലെ അതിൻ്റെ 3ാമത്തെ ഭാഗം അപൂർ സൻസാർ എന്ന പേരിലാണ് പുറത്തിറങ്ങിയത്. അതും 1959 നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഭാരതരത്ന, ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്, ഫ്രഞ്ച് സർക്കാരിൻ്റെ കമാൻഡർ ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ, ഗോൾഡൻ ലയൺ ഓണററി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മൃണാൾ സെൻ. He was born in Faridpur in the present Bangladesh in 1923.
He was deeply influenced by the Italian neorealist films. His famous films include Courage, Akelar Sandhani, and Ek Din Pratidin. He was an exponent of Indian New Wave cinema. He won many national and international awards, including Dada Saheb Phalke Award. 1923 ഇന്ന് ബംഗ്ലാദേശിൻ്റെ ഭാഗമായ ഫരീദ്പൂരിൽ ആണ് മൃണാൾ സെൻ ജനിച്ചത്. ഇറ്റാലിയൻ നിയോ റിയലിസ്റ്റിക് സിനിമയുടെ വക്താക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ സിനിമകളാണ് ഖരീജ്, അഖേലാർ സന്താനെ, ഏക് ദിൻ പ്രതിദിൻ തുടങ്ങിയവ. ഇന്ത്യൻ ന്യൂ വേവ് സിനിമയുടെ പിന്തുടർച്ചക്കാരനായിരുന്നു. നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. ഋത്വിക് ഘട്ടക്. He was born in 1925 in Dhaka. Ghatak was deeply affected by the partition of India, and his films depicted social reality and partition. His first film was Nagarik, that was released in 1953. This film focuses on the life of a Bengali refugee family living in a totally neglected state in Kolkata after partition. His notable films are Megha Dhaka Thara, Jukti Thako or Gopo, Subarna Rekha. 1925 ധാക്കയിലാണ് ഋത്വിക് ഘട്ടക് ജനിച്ചത്. ആർട്ട് സിനിമ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളിൽ ഒരാളായിരുന്നു ഋത്വിക് ഘട്ടക്കും. 1947 ഇന്ത്യ പാക് വിഭജനം അദ്ദേഹത്തെ ഏറെ വിഷമിപ്പിച്ചു. വിഭജനത്തിന് ശേഷം ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പ്രമേയം. 1953 അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ നാഗരിക് പുറത്തിറങ്ങിയത്. വിഭജനത്തിന് ശേഷം കൊൽക്കത്തയിൽ താമസിക്കേണ്ടി വന്ന ഒരു ബംഗാളി കുടുംബത്തിൻ്റെ കഥ പറയുന്ന സിനിമയായിരുന്നു നാഗരിക്. സുബർണരേഖ, മേഘ ധാക്ക താര, ജുക്തി ഥാക്കോ ഓർ ഗോപ്പോ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രമുഖ സിനിമകൾ. JC Daniel. Joseph Chellayan Daniel made the first Malayalam movie Vigathakumaran. That means The Lost Child. JC Daniel is known as the father of Malayalam cinema. The film Vigathakumaran was exhibited in Thiruvananthapuram at the Capitol Theatre on 7th November 1928. He established the first film studio in Kerala, the Travancore National Pictures. The Government of Kerala instituted JC Daniel Award in 1992 to honor the achievements of Malayalam film artists. In 2013, director Kamal made a biographic movie on Daniel titled Celluloid. JC Danielന്റെ മുഴുവൻ പേര് ജോസഫ് ചെല്ലയൻ ഡാനിയൽ എന്നാണ്. മലയാള സിനിമയുടെ പിതാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ആദ്യ മലയാള സിനിമയായ വിഗതകുമാരൻ നിർമ്മിച്ചത് JC ഡാനിയലാണ്. ഈ സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും ഛായാഗ്രാഹകനും അഭിനേതാവും എല്ലാം ജോസഫ് ചെല്ലയൻ ഡാനിയൽ തന്നെയായിരുന്നു. നവംബർ 7, 1928 തിരുവനന്തപുരത്തെ ക്യാപിറ്റൽ തിയേറ്ററിൽ ആദ്യമായി വിഗതകുമാരൻ പ്രദർശിപ്പിച്ചു. കേരളത്തിലെ ആദ്യ സിനിമ സ്റ്റുഡിയോ ആയ ദി ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. 1992 കേരള സർക്കാർ JC ഡാനിയൽ അവാർഡ് ഏർപ്പെടുത്തി. മലയാള സിനിമയ്ക്ക് നൽകുന്ന സമഗ്ര സംഭാവനകൾക്കുള്ളതാണ് ഈ പുരസ്കാരം. 2013 ഡാനിയലിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി മലയാള സംവിധായകൻ കമൽ സംവിധാനം ചെയ്ത സിനിമയാണ് സെല്ലുലോയിഡ്. അടൂർ ഗോപാലകൃഷ്ണൻ. He is an exponent of art films. His first film was Swayamvaram that came out in 1972.
he founded the Chitralekha Film Cooperative Society at Thiruvananthapuram for promoting non-commercial films. He has scripted many feature films, documentaries and short films. His masterpiece Elipatayam that came out in 1981 won the British Film Institute Award in 1982. His films have been screened in many national and international film festivals. And let's have a look at the honors that he has received. Padma Vibhushan, Padma Shri, Dada Saheb Phalke Award, the Commander of the Order of Arts and Letters, and so on. 1972 പുറത്തിറങ്ങിയ സ്വയംവരമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ. ആർട്ട് സിനിമയുടെ വക്താവാണ്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാ സംവിധാനത്തിൽ ബിരുദം നേടിയ അടൂർ ഗോപാലകൃഷ്ണൻ ന്യൂ വേവ് അഥവാ പാരലൽ അഥവാ ആർട്ട് സിനിമയ്ക്ക് തുടക്കം കുറിച്ചവരിൽ പ്രധാനിയാണ്. ആർട്ട് സിനിമകളുടെ നിർമ്മാണത്തിനും വിതരണത്തിനും വേണ്ടി അദ്ദേഹം തിരുവനന്തപുരത്ത് ചിത്രലേഖ ഫിലിം കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ചു. അദ്ദേഹം നിരവധി മുഴുനീള ചിത്രങ്ങളും ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായ എലിപ്പത്തായം 1981 പുറത്തിറങ്ങിയ എലിപ്പത്തായത്തിന് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് ലഭിച്ചു. നിരവധി ദേശീയ അന്തർദേശീയ ചലച്ചിത്രമേളകളിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പത്മശ്രീ, പത്മവിഭൂഷൺ, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ശ്യാം ബെനഗൽ, an exponent of narrative realism. His first film was Ankur that came out in 1974. Apart from feature films, he has made several commercials, documentaries and short films. He started a film society in Hyderabad during his college days. The basic theme of his films were the plight of women, untouchability, social justice, politics, religion, human strength and weakness. Nishant, Charandas Chor, Bhumika, Manthan are some of his films. ചലച്ചിത്രത്തിൽ യഥാർത്ഥമായ ആഖ്യാന ശൈലി പിന്തുടരുന്ന ചലച്ചിത്രകാരനായിരുന്നു ഇദ്ദേഹം. കോളേജ് പഠനകാലത്ത് തന്നെ ആർട്ട് സിനിമകളുടെ വിതരണം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ഹൈദരാബാദിൽ അദ്ദേഹം ഒരു ഫിലിം സൊസൈറ്റിക്ക് തുടക്കം കുറിച്ചു. 1974 അദ്ദേഹം തൻ്റെ ആദ്യ സിനിമയായ അങ്കുർ സംവിധാനം ചെയ്തു. സ്ത്രീകളുടെ ദുരിതങ്ങൾ, തൊട്ടുകൂടായ്മ, സാമൂഹ്യനീതി, രാഷ്ട്രീയം, മതം തുടങ്ങിയവയാണ് അദ്ദേഹം തൻ്റെ സിനിമയ്ക്ക് വിഷയമാക്കിയത്. അദ്ദേഹത്തിൻ്റെ മറ്റു ചലച്ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1975 പുറത്തിറങ്ങിയ നിശാന്ത്, ചരൺദാസ് ചോർ, 1977 പുറത്തിറങ്ങിയ ഭൂമിക, മന്ദൻ തുടങ്ങിയവയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രശസ്ത സിനിമകളാണ്. ജി അരവിന്ദൻ. G. Aravindan is recognized as one of the true masters of Indian cinema. His first film was Uttarayanam that came out in 1974. He created a cartoon serial for Mathrubhumi Weekly titled Cheriya Manushanum Valiya Lokavum. Let's have a look at some of his major films. Kanjana Sita, Thampu, Kummati, Esthapan, പോക്കുവെയിൽ, ചിദംബരം, ഒരിടത്ത്, മാറാട്ടം, വാസ്തുഹാര. ആർട്ട് സിനിമാ വിഭാഗത്തിൽപ്പെടുന്ന സംവിധായകരിൽ ഒരാളാണ് ജി അരവിന്ദൻ. മലയാളിയായ ഈ സംവിധായകൻ്റെ സിനിമകളെല്ലാം ലോക ക്ലാസിക് സിനിമകളിൽ ഉൾപ്പെടുന്നവയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ 1974 പുറത്തിറങ്ങിയ ഉത്തരായനമായിരുന്നു. ചെറിയ മനുഷ്യനും വലിയ ലോകവും എന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് വേണ്ടി അദ്ദേഹം ചെയ്ത കാർട്ടൂണായിരുന്നു. കാഞ്ചന സീത, തമ്പ്, കുമ്മാട്ടി, ചിദംബരം, വാസ്തുഹാര തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത സിനിമകളാണ്. ഗിരീഷ് കാസറവള്ളി.
He is an exponent of neo-realist films. He got graduated from FTII Pune. His first film is Gadashraddha. His first film was Gadashraddha that came out in 1977. It won National Award for the Best Film in the very next year, that is in 1978. Some of his famous films include Tabarana Kathe, Bannada Vesha, Kraurya and Gulabi Talkies. പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ബിരുദം നേടിയ വ്യക്തിയാണ് ഗിരീഷ് കാസറവള്ളി. ന്യൂ റിയലിസ്റ്റ് സിനിമകളാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ ഗതശ്രദ്ധയായിരുന്നു. 1977 ഈ സിനിമ പുറത്തിറങ്ങിയത്. 1978 ദേശീയ പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള ഗോൾഡൻ ലോട്ടസ് അവാർഡ് ഈ സിനിമയ്ക്കാണ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തബരാന കഥെ, ബന്നഡ വേഷ, ക്രൗര്യ, ഗുലാബി ടോക്കീസ് തുടങ്ങിയവയാണ്. അപർണ സെൻ. ഷീ ഈസ് എ റിനൗൺഡ് വുമൻ ഫിൽം മേക്കർ in Indian cinema. Aparna Sen is a renowned filmmaker. She is a renowned woman filmmaker in Indian cinema. She entered into the industry by acting in Satyajit Ray's Teen Kanya. In 1981, she directed her first film, 36 Chaurangi Lane. Her films were characterized by undoubted visual appeal, social enlightenment and high standards of acting. Major films are Mr. and Mrs. Iyer, 15 Park Avenue. ഇന്ത്യയിലെ മികച്ച സ്ത്രീ ചലച്ചിത്രകാരിൽ ഒരാളാണ് അപർണ സെൻ. അഭിനേത്രി എന്ന നിലയിലാണ് സിനിമാ രംഗത്തേക്ക് കാലെടുത്തു വെച്ചത്. സത്യജിത് റേ സംവിധാനം ചെയ്ത തീൻ കന്യ എന്ന സിനിമയിലാണ് അപർണ സെൻ ആദ്യമായി വേഷമിട്ടത്. ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ 36 ചൗരങ്കി ലെയിൻ ആയിരുന്നു. മിസ്റ്റർ ആൻഡ് മിസ്സിസ് അയ്യർ, 15 പാർക്ക് അവന്യൂ തുടങ്ങിയവ അപർണ സെൻ സംവിധാനം ചെയ്ത സിനിമകളാണ്. ദൃശ്യമികവ്, ഉയർന്ന അഭിനയ നിലവാരം തുടങ്ങിയവ അപർണ സെന്നിൻ്റെ സിനിമകളുടെ സവിശേഷതയാണ്. മണി കൗൾ, an exponent of Indian parallel cinema. He was a student of Ritwik Ghatak at FTII Pune. His first film was Uski Roti that came out in 1970. Shots of isolated hands and feet dominated in his films. Acting was not realistic in his films. Acting was not realistic. The face of the actors remained blank and expressionless. ഋത്വിക് ഘട്ടക്കിൻ്റെ ശിഷ്യനായിരുന്നു മണി കൗൾ. ഇന്ത്യൻ പാരലൽ സിനിമ അഥവാ ആർട്ട് സിനിമ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളിൽ ഒരാളായിരുന്നു മണി കൗളും. കൈകാലുകൾ മാത്രമുള്ള ഷോട്ടുകൾക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമയിൽ പ്രാധാന്യം. അദ്ദേഹത്തിൻ്റെ സിനിമയിലെ അഭിനയം യാഥാർത്ഥ്യമല്ല. അഭിനേതാക്കളുടെ മുഖം ശൂന്യവും നിർവികാരവുമായിരിക്കും.